ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 87 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ഇതീരിതോയം പ്രിയയാ ശുതാപ്തയാ ജുഗുപ്സമാനോഭിധനേ മദാവഹേ തദാ ത്വദാലോകന കൗതുകാദ്യയൗ വഹൻ പടാന്തേ പൃഥുകാനുപായം. അന്വയം അർത്ഥം. ക്ഷുധാർത്തയ വിശപ്പു നിമിത്തം ദുഃഖിതയായ കുചേലപത്നിക്ക് പ്രിയയ ഭാര്യയാൽ ഇതി ഇപ്രകാരം ഈരിതക അപേക്ഷിക്കപ്പെട്ടവനായ പറയപ്പെട്ടവനായ അയം ഈ കുചേലൻ മദാവഹി ചാഞ്ചല്യമുണ്ടാക്കുന്ന ധനേ ധനത്തിൽ ജുഗുപ്സമാന അഭി താല്പര്യമില്ലാത്തവനെങ്കിലും തഥാ അപ്പോൾ പടാന്തി വസ്ത്രത്തിൻ്റെ തുമ്പുകൊണ്ട് ഉപായനം കാക്ഷദ്രവ്യമായി പൃഥുകം അവൽ വഹൻ കയ്യിലെടുത്തവനായി ത്വദാലോകന കൗതുകാത് അവിടുത്തെ കാണാനുള്ള കൊതി കൊണ്ട് യയൗ ദ്വാരയിലേക്ക് തിരിച്ചു. ഹരിവു. സാരം: വിശപ്പുകൊണ്ട് തളർന്നു ദുഃഖിതയായ കുചേലപത്നിയുടെ പ്രേരണയാൽ കുചേലനെ സംബന്ധിച്ചിടത്തോളം ധനം അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്നതാണെങ്കിലും ഭാര്യയുടെ അപേക്ഷ നിരസിക്കാതെ അവൽ കാക്ഷദ്രവ്യമാക്കി മുണ്ടിൽ പൊതിഞ്ഞുകെട്ടി ഭഗവത് ദർശന കാംക്ഷയോടുകൂടി ഭഗവത്പുരിയിലേക്ക് യാത്ര തിരിച്ചു. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. യതോയം ആശ്ചര്യമയീ ഭവൻ പുരീം ഗൃഹേഷു ശംവ്യാഭവനം സമേയിവാൻ പ്രവിശ്യ വൈകുണ്ഠമിവാപനിർമൃതിം തവാദി സംഭാവനയാതു കിം പുനഃ. അന്വയം അർത്ഥം. അയം ഈ കുചേല ബ്രാഹ്മണൻ ആശ്ചര്യമയും ആശ്ചര്യമുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ ഭവത്പുരിയും അവിടുത്തെ നഗരത്തെ ഗമിച്ചു. ഗൃഹേഷു ദ്വാരകയിലുള്ള ഗൃഹങ്ങളിൽ ശംവ്യാഭവനം രുക്മിണിയുടെ ഗൃഹത്തെ പ്രാപിച്ചിട്ട് വൈകുണ്ഠം വൈകുണ്ഠത്തെ പ്രവിശ്യവ പ്രവേശിക്കപ്പെട്ടതുപോലെയുള്ള നിർവൃതി ആനന്ദം ആപ പ്രാപിച്ചു. അവ അവിടുത്തെ അതിസംഭാവനയാ സ്വീകരണങ്ങളിൽ ആകട്ടെ പുനഃക്കിം പിന്നെ എന്തു പറയാനുള്ളത്. ഹരിവു. സാരം: വില തീരാത്ത രത്നങ്ങൾ കൊണ്ടും ഐശ്വര്യസമൃദ്ധി കൊണ്ടും ശില്പവിധാനം കൊണ്ടും അത്ഭുതമുളവാക്കുന്ന ദ്വാരകയിൽ കുചേലൻ ചെന്നു ചേർന്നിട്ട് അവിടെയുള്ള ഗൃഹങ്ങളിൽ മനോഹരമായ മിത്രവിന്ദയുടെ സാന്നിധ്യത്തോടു കൂടിയ രുക്മിണീ ഗൃഹത്തിൽ പ്രവേശിച്ച കുചേലന് വൈകുണ്ഠം പ്രാപിച്ചാൽ ഉണ്ടാകുന്നത്ര ആനന്ദമാണ് ഉണ്ടായത്. പിന്നെ ഭഗവാന്റെ സ്നേഹം നിറഞ്ഞ സത്കാരങ്ങൾ കൊണ്ട് ഉണ്ടായ ആനന്ദം എന്തു പറയാനാണ്. ഹരിവും.